ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അബ്ദുല്ല ബക്കർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. 9th കുട്ടികൾക്ക് അറിയാലോ, നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് നിങ്ങൾ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മക്കൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് നിങ്ങൾ ഇതിന്റെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ജാക്കോബിൻ ക്ലബിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ചിൽ ഉണ്ടായിട്ടുള്ള സൊസൈറ്റി, അതുപോലെ തന്നെ ക്ലർജി, നോബിലിറ്റി, അതുപോലെ തന്നെ കോമൺ പീപ്പിൾസ്, ഇങ്ങനെ എസ്റ്റേറ്റ് സിസ്റ്റം ഒക്കെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫ്രഞ്ചിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് മക്കൾ പഠിച്ചു. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്ലർജിയുടെയും നോബിലിറ്റിയുടെയും അവരുടെ എല്ലാ തരത്തിലുള്ള ലക്ഷറിയസ് ലൈഫും ഫ്രഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള സിറ്റുവേഷനും അതിനെ തുടർന്ന് കോമൺ പീപ്പിൾ സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഇതൊക്കെ മക്കൾ പഠിച്ചു. അപ്പൊ ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പല മൂവ്മെന്റ്സും എവിടെ ഉണ്ടായിട്ടുണ്ട്, ഫ്രഞ്ചിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനെ നാഷണൽ അസംബ്ലി ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് ഓത്ത് നിങ്ങൾ പഠിച്ചു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലൂടെ എന്തുണ്ടാവുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഷണൽ അസംബ്ലി ഗ്രാജുവലി ഫോം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഫ്രഞ്ചിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ഫ്രഞ്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഒരു മൂവ്മെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് എന്ത്, ജാക്കോബിൻ ക്ലബ് അല്ലെ. അപ്പൊ ആ ഒരു ജാക്കോബിൻ ക്ലബിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നല്ല പേരല്ല, കിടിലൻ പേരാണ് ജാക്കോബിൻ ക്ലബ്. അപ്പൊ ആ ഒരു ജാക്കോബിൻ ക്ലബിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ആരായിരുന്നു ലീഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, മക്കളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജാക്കോബിൻ ക്ലബിനെ പരിചയപ്പെടാം. ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ ജാക്കോബിൻ ക്ലബ്. ലീഡർ ആരാണ് മക്കളെ, മാക്സിമിലിയൻ എന്താ പറയാ റോബസ്പിയർ ആണ് എന്തിന്റെ ലീഡർ, ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ അല്ലെ. അപ്പൊ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ ആരാണ്, മാക്സിമിലിയൻ റോബസ്പിയർ ആണ്. ജാക്കോബിൻ ക്ലബിന് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്ലബ്സ്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പീരീഡ് ഫോം ചെയ്യപ്പെട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു ഈ ഒരു ജാക്കോബിൻ ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ മക്കൾ, ആരാണ് ജാക്കോബിൻ ക്ലബ് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം അല്ലെ. ഹു ഈസ് ദ ലീഡർ ഓഫ് ജാക്കോബിൻ ക്ലബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ആരും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആരാണ് മക്കളെ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ? മാക്സിമിലിയൻ റോബസ്പിയർ ആണ്. മാക്സിമിലിയൻ റോബസ്പിയർ ആണ് ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ കേട്ടോ. അപ്പൊ ആ പേര് മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വെച്ച് പോകണം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ചോദിക്കാം അല്ലെ, ഹു വാസ് ദ ലീഡർ ഓഫ് ജാക്കോബിൻ ക്ലബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ആൻസർ ചെയ്യണം, മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതുപോലെ തന്നെ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ മാക്സിമിലിയൻ റോബസ്പിയർ ആണെന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് ജാക്കോബിൻ ക്ലബ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ജാക്കോബിൻ ക്ലബ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു ചെയ്തിരുന്നത്? ഫ്രഞ്ച് റവല്യൂഷനിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലെ. ഡിഫറെന്റ് തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തിങ്കേഴ്സ്, their ഐഡിയോളജി ഒക്കെ നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണിത്. ഫ്രഞ്ച് റവല്യൂഷനിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണിത് നമ്മൾ ഈ പറയുന്ന ജാക്കോബിൻ ക്ലബ്ബ്. അപ്പൊ ഈ ഒരു ജാക്കോബിൻ ക്ലബ്ബ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ മക്കളെ, നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും, ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, കൂടുതലായിട്ടും കോമൺ പീപ്പിൾസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റി 3 കാറ്റഗറി ആയിരുന്നു, 3 എസ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ക്ലർജി, നോബിലിറ്റി, കോമൺ പീപ്പിൾസ് എന്നിങ്ങനെ 3 എസ്റ്റേറ്റ്സ് ആയിരുന്നു. അതിൽ 3rd എസ്റ്റേറ്റ് നമുക്ക് എന്ത് കാണാൻ പറ്റും, എല്ലാ കാറ്റഗറിയും. 3rd എസ്റ്റേറ്റ് നമുക്ക് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയാ ലോയേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ ഡിപെൻഡ് ചെയ്തുള്ള ഫാമേഴ്സ്, പെസൻസ് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു, 3rd എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു അല്ലെ. ക്രാഫ്റ്റ്സ്മെനും ഒക്കെ 3rd എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് കൂടുതലും കാണാൻ പറ്റുന്നത് എവിടെ നിന്നാണ്, ഈ 3rd എസ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പൊ 3rd എസ്റ്റേറ്റിലെ പീപ്പിൾസ് അവർക്കും എന്ത് വേണം, അവർക്കും കുറെ റൈറ്റ്സ് വേണം, അവർക്ക് പവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിനുവേണ്ടി മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ് ആയിരുന്നു ജാക്കോബിൻ ക്ലബ്ബ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. A large group among the Jacobins decided to start wearing long striped trousers similar to those worn ബൈ ടോപ്പ് വർക്കേഴ്സ്. അപ്പൊ ടോപ്പ് വർക്കേഴ്സ് ഒക്കെ ധരിക്കുന്ന പോലെയുള്ള ലോങ് ആയിട്ടുള്ള സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡ്രസ്, പാൻസ് ഒക്കെ ആയിരുന്നു ആര് ധരിക്കാൻ തീരുമാനിച്ചിരുന്നത്, ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് ധരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അത് അവർ ഡിസൈഡ് ചെയ്യണം. അതായത് എന്ത് തീരുമാനിക്കാണ്, ചില ചലനങ്ങൾ, ചില മൂവ്മെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് എന്താ പറയുക, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്യണം.
ഞങ്ങൾക്കും എന്ത് വേണം, കോമൺ പീപ്പിൾസിനും എന്ത് വേണം, റൈറ്റ്സ് വേണം. അതിനുവേണ്ടി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജാക്കോബിൻ ക്ലബ് എടുത്തുള്ള ഒരു ഡിസിഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് മക്കളെ? സ്റ്റാർട്ട് വെയറിംഗ് ലോങ് സ്ട്രിപ്പ് ട്രൗസർ സിമിലർ ടു ദോസ് വോൺ ബൈ ടോക്ക് വർക്കേഴ്സ്. ടോക്ക് വർക്കേഴ്സ് ധരിക്കുന്ന പോലെയുള്ള എന്താ പറയാ, ഇതുപോലെ ലോങ് സ്ട്രിപ്ഡ് ആയിട്ടുള്ള ട്രൗസേഴ്സും പാൻസ് ഒക്കെയാണ് ആര് ധരിച്ചിരുന്നത്? ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് ധരിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. Then these Jacobins came to be known as സാൻക്ലോട്ടേഴ്സ്. സാൻക്ലോട്ട് എന്നാണ് ആരറിയപ്പെടുന്നത്? ഈ ഒരു ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് സാൻക്ലോട്ട് എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്? അറിയപ്പെടുന്നത്. ഇതിൽ എസ് സൈലന്റ് ആണ് മക്കളെ, സാൻക്ലോട്ടേഴ്സ് അല്ല, സാൻക്ലോട്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ സാൻക്ലോട്ട് എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ഈ ഒരു ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ലിബർട്ടിയുടെ സിംബലൈസ് ആയിട്ട് അവർ എന്തും കൂടി ഓൺ ചെയ്തിട്ടുണ്ട്, എന്തും കൂടി അവർ ധരിച്ചിട്ടുണ്ട്? റെഡ് ക്യാപ്പ് കൂടി മക്കളെ, റെഡ് ക്യാപ്പ് കൂടി ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സും അല്ല, ജാക്കോബിൻ ക്ലബിലെ നമുക്കിവിടെ കാണാൻ പറ്റും. സാൻക്ലോട്ട് men wore in addition the red cap that symbolized liberty. ലിബർട്ടിയസിനെ സിംബലൈസ് ചെയ്തുകൊണ്ട് എന്ത് ധരിക്കുന്നുണ്ട്? റെഡ് ക്യാപ്പ്. മെൻ, ജാക്കോബിൻ ക്ലബിലെ മെൻ എന്ത് ധരിക്കുന്നുണ്ട്? പുരുഷന്മാർ എന്ത് ധരിക്കുന്നുണ്ട്? റെഡ് ക്യാപ്പ് കൂടി ധരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഇത് എക്സാമിനേഷന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ റെഡ് ക്യാപ്പ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? നമ്മളിവിടെ പറഞ്ഞല്ലോ, ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യത്തെയാണ്, ഫ്രീഡത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെഡ് ക്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? സിംബലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം, ഇതേ സമയത്ത് തന്നെ ജാക്കോബിൻ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ എന്താണ് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലബാണ്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു നെഗറ്റീവ് കാണാൻ പറ്റും. വുമൻ ഹൗവർ വെർ നോട്ട് അലൗഡ് ടു ഡു സോ. സ്ത്രീകൾക്ക് എന്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല? ഇതുപോലെ റെഡ് ക്യാപ്പ് ഒന്നും ധരിക്കാനുള്ള അവകാശം, റൈറ്റ് ആർക്ക് ഉണ്ടായിരുന്നില്ല? വുമൻസിന് ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും മക്കളെ. അപ്പൊ ജാക്കോബിൻ ക്ലബ് മെമ്പേഴ്സ് ഓൾസോ നോൺ ആസ് സാൻക്ലോട്ട്. സാൻക്ലോട്ടേഴ്സ് എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നുണ്ട്. റെഡ് ക്യാപ്പ് ആണ് അവർ, എന്തിന്റെ? ലിബർട്ടിയുടെ സിമ്പിൾ ആയിട്ടുള്ള റെഡ് ക്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ജാക്കോബിന്റെ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വുമൻസിന് എന്തുണ്ടായിരുന്നില്ല? ഇതിനുള്ള റൈറ്റ് കൊടുത്തിരുന്നില്ല എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അവിടെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ. നോക്കാം. അപ്പൊ വേറെ എന്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എന്താ പറയാ, റോൾ ഓഫ് ജാക്കോബിൻസ് ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ജാക്കോബിൻസ് ഫ്രഞ്ച് റവല്യൂഷനിൽ എന്തൊക്കെ റോളാണ്, അവർക്ക് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതറിയാനാണല്ലോ മക്കളിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് എന്താ പറയുക, ഇവരുടെ റോൾ എന്താണ്? വാട്ട് ആർ ദ റോൾ ഓഫ് ജാക്കോബിൻസ് ഇൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ? ഫ്രഞ്ച് റവല്യൂഷൻ ടൈമിൽ ജാക്കോബിൻസ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം. In 1792, the Jacobin planned an insurrection of a large number of Parisians who were angry due to food shortage ആൻഡ് ഹൈ പ്രൈസസ്. അപ്പൊ പാരീസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫ്രാൻസിൽ എന്തുണ്ടായിരുന്നു? ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അല്ലെ. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മർ അല്ലെങ്കിൽ ചില ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടെ വലിയ രീതിയിൽ ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്, ഫുഡ് ഷോർട്ടേജ് ഉണ്ടായതിന്റെ എന്ത് ചെയ്യും, അതിന്റെ കോൺസിക്വൻസസ് എന്നുള്ള രീതിയിൽ പ്രൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ തുടർന്ന് ഫുഡ് ഷോർട്ടേജ്, സ്ട്രാവേഷൻ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായി, പോവർട്ടി പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻസറക്ഷൻസ് മീൻസ് എന്താണ്? റിവോൾട്ട് ആണ് മക്കളെ. ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആര് ആഹ്വാനം ചെയ്തു, ആര് പ്ലാൻ ചെയ്തു? ഈ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ്, ദ ജാക്കോബിൻ പ്ലാൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1792 ജാക്കോബിൻ എന്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് മക്കളെ? എന്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഒരു എന്താ പറയുക, റിവോൾട്ട് കണ്ടക്ട് ചെയ്യാൻ അല്ലെ. ഒരു റിവോൾട്ട് കണ്ടക്ട് ചെയ്യാൻ ജാക്കോബിൻ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം കണ്ടക്ട് ചെയ്യാൻ. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? ഫുഡ് ഷോർട്ടേജിനും അതുപോലെ തന്നെ പ്രൈസ് ഹൈക്ക് ചെയ്തതിനും അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെ നോക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ്. അപ്പൊ അവിടെയുള്ള നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നില്ല? ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നോക്കുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ജാക്കോബിൻ ക്ലബ് എന്ത് ചെയ്യാണ്? ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് മക്കളെ. അതിനൊരു പ്ലാനിങ് നടത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫ്രഞ്ച് റവല്യൂഷനിൽ ജാക്കോബിൻ ക്ലബിനുള്ള റോളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Then they stormed a palace of Tuileries, massacred the king and guard and held the king himself as hostage for several hours. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കൊട്ടാരം എന്തിയാണ്? ഇവിടെ നമ്മൾ ടുയിലീസ് എന്ന് പറഞ്ഞ കൊട്ടാരം എന്തിയാണ്? പാലസ് എന്തിയാണ്? അറ്റാക്ക് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് ചെയ്യുന്നത്. ആ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് മാത്രമല്ല, റിവോൾട്ടീസ്. ദാറ്റ് മീൻസ് എന്താണ്? ആ ക്ലബിന്റെ ഒരു പ്ലാനിന്റെ പ്രകാരം, ആ ഒരു ആഹ്വാന പ്രകാരം അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും കേട്ടോ. അപ്പൊ അവിടെ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സിനെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ആരും ഉണ്ട്? അവിടുത്തെ കോമൺ പീപ്പിൾസ് ഉണ്ട് അല്ലെ. കോമൺ പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റിവോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. ജാക്കോബിൻ ക്ലബ്ബ് എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു, അതിലാരും കൂടി ജോയിൻ ചെയ്തു, കോമൺ പീപ്പിൾസ് കൂടി ജോയിൻ ചെയ്തു അല്ലെ.
അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് രാജാവിനെ തടവിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ കിങ്ങിനെ തടവിൽ വെച്ചുകൊണ്ട് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പാലസ് അറ്റാക്ക് ചെയ്യാണ്. ടെലുരിയസ് പാലസ് എന്ത് ചെയ്യാണ്, ടെലുരിയസ് പാലസ് എന്ത് ചെയ്യാണ് മക്കളെ, അവിടുത്തെ ആളുകൾ വലിയ മസാക്ട് ആയില്ലെങ്കിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അവിടെ ആ രാജാവിന്റെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഇലക്ഷൻസ് വെർ ഹെൽഡ്. അവിടെ ജാക്കോബിൻ ക്ലബ്ബ് ഫ്രഞ്ചിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഇലക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇലക്ഷൻസ് വെർ ഹെൽഡ് ഫ്രം നൗ all men of 21 years and above regardless of wealth got the right to vote. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മെന്നിനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് അറിയുന്ന ഒരു കാര്യമാണ്, ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് സിറ്റിസൺ, പാസീവ് സിറ്റിസൺ. 2 types of citizens ഉണ്ടായിരുന്നു അല്ലെ. ആർക്ക് മാത്രമേ റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നുള്ളൂ, ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആര് മാത്രമേ ആക്റ്റീവ് സിറ്റിസൺസ് ആയിരുന്നുള്ളൂ, ആർക്കാണോ വെൽത്ത് ഉള്ളത്, ആർക്കാണോ പ്രോപ്പർട്ടി ഉള്ളത്, പ്രോപ്പർട്ടീഡ് പേഴ്സൺസിന് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, അവിടെ റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ജാക്കോബിൻ ക്ലബ്ബ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ജാക്കോബിൻ ക്ലബ്ബ് ഫ്രഞ്ചിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു, ഫ്രം നൗ ഓൺ ഓൾ മെൻ ഓഫ് 21 years and above regardless of wealth got the right to vote. അവർക്ക് എന്തിനുള്ള റൈറ്റ് കിട്ടി, വോട്ടിനുള്ള റൈറ്റ് കിട്ടി. അവരുടെ വെൽത്തോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ മറ്റ് റിച്ച് ആണോ പുവർ ആണോ ഹാവ് ആൻഡ് ഹാവ് നോട്ട് ആണോ ഇങ്ങനെ നോക്കാതെ എല്ലാവർക്കും എന്ത് കിട്ടി, റൈറ്റ് ടു വോട്ട് എന്ത് ചെയ്തു അവിടെ ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ന്യൂലി ഇലക്ടഡ് അസംബ്ലി വാസ് കോൾഡ് ദ കൺവെൻഷൻ. പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി, ഓൾഡ് അസംബ്ലി എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഓൾഡ് റെജിമൊക്കെ നിങ്ങൾ പഠിച്ചു, ദെൻ നാഷണൽ അസംബ്ലി നിങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ നാഷണൽ അസംബ്ലിക്ക് ശേഷം വന്ന പുതിയ ഗവൺമെന്റ്, പുതിയ അസംബ്ലി, പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അസംബ്ലി, ന്യൂ ഇലക്ടഡ് അസംബ്ലി നോൺ ആസ് എന്താണ്, കോൾഡ് കൺവെൻഷൻ. പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി എന്ത് പേരിൽ അറിയപ്പെടാണ്, ദ കൺവെൻഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ന്യൂലി ഇലക്ടഡ് അസംബ്ലി വാസ് കോൾഡ് ദ കൺവെൻഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ആരാണ്, ജാക്കോബിൻ ക്ലബിന്റെ പ്ലാൻ അനുസരിച്ചാണ് മുമ്പോട്ട് പോയത് അല്ലെ. അപ്പൊ മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ലീഡറാണ് ജാക്കോബിൻ ക്ലബിന് എന്ത് കൊടുത്തിട്ടുള്ളത്, ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഒരു മൂവ്മെന്റ് അനുസരിച്ച്, അതായത് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് ഷോർട്ടേജിന് അഗേൻസ്റ്റ് ആയിട്ടും പ്രൈസ് ഹൈക്കേജിന് അഗേൻസ്റ്റ് ആയിട്ടും മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അഗേൻസ്റ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഗവൺമെന്റിന്റെ എന്താ പറയുക ആക്ടിവിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തു. അവിടെ അവരെന്ത് ചെയ്തു, പവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. എല്ലാ ആളുകൾക്കും, എല്ലാ മെന്നിനും 21 years ഓൾഡ് ആയിട്ടുള്ള എല്ലാ മെന്നിനും എന്ത് കൊടുത്തു, റൈറ്റ് ടു വോട്ട് എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ അവിടെ എന്ത് നടപ്പിലാക്കി, പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്തു. ആ ഗവൺമെന്റ് ആണ് മക്കൾ എന്തറിയപ്പെടുന്നത്, ന്യൂലി ഇലക്ടഡ് അസംബ്ലി വാസ് കോൾഡ് ദ കൺവെൻഷൻ. കൺവെൻഷൻ എന്ന പേരിലുള്ള ഒരു ഗവൺമെന്റ് കൂടി എന്ത് ചെയ്തു, അവിടെ ഫോം ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർഷിപ്പില് ഫ്രാൻസിൽ എന്ത് അബോളിഷ് ചെയ്യാണ്, on 21 September 1792 it abolished the monarchy and declared France as a republic. അപ്പൊ അവിടെ എന്ത് അബോളിഷ് ചെയ്തു, മൊണാർക്കി അബോളിഷ് ചെയ്തു, എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്ത് ഡിക്ലെയർ ചെയ്തു, ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. ഫ്രാൻസ് റിപ്പബ്ലിക് ആണ് എന്നുള്ള ഡിക്ലറേഷനും നടത്തി. ഏത് വർഷമാണ്, 1792 ട്ടാ. 1792 ഫ്രാൻസ് ബിക്കം എന്തായിരുന്നു മാറുന്നത്, റിപ്പബ്ലിക് ആയി മാറുന്നത്. അപ്പൊ വാട്ട് ഇസ് റിപ്പബ്ലിക് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ടിൽ. എന്താണ് സാറേ റിപ്പബ്ലിക് എന്നുള്ളതായിരിക്കും നമുക്ക് നോക്കാം. Republic is a form of government where the people elect the government including the head of the government. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് എ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതിന്റെ ഹെഡ് ആരായിരിക്കും, പീപ്പിൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതിന്റെ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആരായിരിക്കും, പീപ്പിൾ എലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെ എന്ത് മാറാണ്, ഇങ്ങനെ ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ആയിട്ട് എന്ത് മാറാണ് മക്കളെ, ഫ്രാൻസ് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷനിൽ, അതായത് പുതിയൊരു കൺവെൻഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ആർക്ക് വലിയ റോൾ ഉണ്ട്, ജാക്കോബിൻ ക്ലബിന് വലിയ റോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ടൈറ്റിൽ തന്നെയായിരുന്നു, നമ്മുടെ ചോദ്യം ഇത് തന്നെയായിരുന്നു, എന്താണ് ജാക്കോബിൻ ക്ലബ് ചെയ്തത് എന്നുള്ള തുടങ്ങിയിട്ടാണ് നമ്മൾ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. അപ്പൊ ജാക്കോബിൻ ക്ലബ് എന്ത് ചെയ്തു, നാഷണൽ അസംബ്ലിയെ അബോളിഷ് ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മൊണാർക്കിയെ അബോളിഷ് ചെയ്യുകയും അവിടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ചാപ്റ്റർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ചാപ്റ്ററിലും തുടർന്നുള്ള ചാപ്റ്റേഴ്സിലും എല്ലാ ചാപ്റ്റേഴ്സിലും ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനുമായിട്ട് അബ്ദുല്ല സാർ ഇനിയും വരും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുവരെ എല്ലാവരും ഈ കണ്ട ഭാഗങ്ങളൊക്കെ പഠിച്ച് നല്ല സുഖമായിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ, ബൈ.